ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമ്മളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഇഫ്താറിന് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റി പുഡിംഗ് റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയിട്ടുള്ളത് മൈദയാണ്. മൈദ ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ഒരു ടേബിൾ സ്പൂണോളം മതിയാകും. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണോളം ആവശ്യമായിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡും ഞാൻ ഷുഗറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പാലൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് പാലൊന്ന് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2-2.5 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പാലിൽ ചേർക്കേണ്ട മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മൈദ 1.5 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതേ ബൗളിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അതിനു വേണ്ടി പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം പാൽ ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് 2 ടേബിൾ സ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടാനേ പാടില്ല. പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. കാരണം മൈദയും കോൺഫ്ലവറും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതിൻ്റെ പച്ച ഇതൊക്കെ മാറാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ആ സിമ്മിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 2-2.5 ടേബിൾ സ്പൂണോളം. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പകുതി ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് മധുരം കുറവാണ്. നമുക്ക് തണുക്കുമ്പം മധുരം കുറച്ച് കുറയും. അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് മധുരം മുന്നിട്ട് നിന്നാലേ നമ്മൾ ആ തണുത്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു മധുരം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡ്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇത് തിക്കാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് തിക്കാവാണ്ട് ഒരു 5 മിനിറ്റ് കൂടെ ആകുമ്പോൾ നല്ല കറക്റ്റ് തിക്കായി കിട്ടും. നമുക്കൊരു കുറച്ച് നേരം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പാലിവിടെ നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതേ സമയത്ത് തന്നെ നമുക്ക് ആ ചൂടോടെ തന്നെ ഇതിലോട്ട് 2 കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതുകൊണ്ട് തണുപ്പെല്ലാം മാറിയിരിക്കുന്ന ബട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ചൂടായിട്ടുള്ള ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി ഈ ഒരു പാലിലോട്ട് നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടും. നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളുടെ ബട്ടറെല്ലാം നല്ല രീതിയിൽ മെൽറ്റായി നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. ഇപ്പം ഞാനിത് സെറ്റ് ചെയ്യാനുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ 4 ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതൊരു ഗ്ലാസ്സിലായാലും ടിന്നിലായാലും ഏതിലായാലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതേപോലെ 4 ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം ചൂടോടെ തന്നെ നമുക്ക് ഈ 4 ബൗളിലോട്ടും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരേ ലെവലിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം 4 ബൗളിലോട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം.
ഇപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ പുഡിങ്ങിന് കുറച്ച് ക്രഞ്ചി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഞാൻ കുറച്ചിവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് പച്ച കപ്പലണ്ടിയാണ്. നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതുള്ളതാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു പാനിലിട്ട് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ പൊടിയാൻ പാടില്ല. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കരുത്. ഒന്ന് ഇടിച്ചെടുക്കണം. അല്ലെങ്കിൽ കത്തി വെച്ച് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഞാൻ ഇതേപോലെ ഇടികല്ല് വെച്ച് ഒന്ന് പേപ്പറിൻ്റെ അകത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തോ ഇട്ട് നമുക്കൊന്ന് ഇടിച്ചെടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ ഇതേപോലെ കപ്പലണ്ടിയെല്ലാം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടണം. തോനെയും പൗഡറാക്കി പൊടിച്ചെടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ചോക്ലേറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ബൗൾ നമുക്ക് എടുത്ത് വെച്ചാൽ മതിയാകും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടും. ഇപ്പോൾ ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. നമ്മളെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് നമ്മൾ ആ സ്പൂൺ വെച്ചൊന്ന് വിട്ട് കൊടുക്കുന്നതിന് നല്ല ജെല്ലി പോലെയാണ് നമ്മളെ പുഡിങ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് ആണ് ഇരിക്കുന്നത്. നല്ല കട്ടിയായിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വീഡിയോയിൽ. നമ്മളിതേപോലെ ഒന്ന് സൈഡ് വിട്ട് കൊടുത്താൽ അത്രയ്ക്കും നല്ല ജെല്ലി ആ ഒരു രൂപത്തിൽ നമുക്ക് ഇളകി വരുന്ന ആ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉള്ള ഒരു പുഡിങ് തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണത് ഈ ചോക്ലേറ്റും നട്ട്സും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ്. ആദ്യം നമുക്ക് നട്ട്സ് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ സൈഡിലായിട്ടാണ് ഞാൻ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി നമുക്ക് ഇതേപോലെ സൈഡിലായിട്ട് 4 ബൗളിലോട്ടും ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നാല് ബൗളിലായിട്ട് കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ ചോക്ലേറ്റ് തണുത്ത പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയാകും. അതുകൊണ്ട് നമ്മൾ ഇത് കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കേണ്ടിയുള്ളത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ല ജ്യൂസായിട്ടുള്ള ചോക്ലേറ്റ് തന്നെ ലൂസ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ആ തണുത്തതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും പിന്നെ ചോക്ലേറ്റ്. അതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ആ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ചോക്ലേറ്റ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പുഡിങ് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഈ ഇഫ്താറിന് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.